പണ്ട് ഇവിടെ MT സാർ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൽഹാസൻ, മോഹൻലാൽ, ജാക്കി ചാനിനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതും ഇങ്ങനെ ഒരു ക്രോസ് കൾച്ചറൽ സ്റ്റഫ് തന്നെയായിരുന്നു. ഷോർട്ട് ഡിവിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾ ചെറിയ മൊബൈലിലാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുക. സോ ആ ടൈമിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൊറിയോഗ്രാഫി അവർ തുടങ്ങുമ്പോൾ തന്നെ അർജുൻ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയാൻ പറ്റില്ല, അത് ക്യാമറ കൊറിയോഗ്രാഫിയും കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും, അവിടെ മുതലേ തുടങ്ങും. മലയാളികളായിരിക്കും കൂടുതൽ മറ്റ് ഭാഷകളിലെ സിനിമകൾ കാണുന്ന ഒരു ഗ്രൂപ്പ് എനിക്ക്. അപ്പം ആക്ഷൻ എപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു കളർ പാലറ്റ് ആകുമ്പോൾ ഒരു ഡേഞ്ചർ ഫീൽ ഉണ്ടാവും, ഇതാകുമ്പോൾ ഒരു കാം ഫീൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സാധനം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഈ ഒരു പടത്തിന് ഡെഫിനറ്റ്ലി നമ്മുടെ റെഫറൻസ് വാസ് ജോൺ വിക്ക്. വിസ്പേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ടീമുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. ഇവിടുന്ന് തുടങ്ങിയ സംവിധായകൻ രമേശ് മേനോൻ, ആക്ഷൻ കോറിയോഗ്രാഫർ അർജുൻ, സിനിമാറ്റോഗ്രാഫർ അച്ചു, പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്ത താഹ, 4 പേരാണ് ക്യൂ സ്റ്റുഡിയോനൊപ്പം. നമുക്ക് സംവിധായകനിൽ തുടങ്ങാം അല്ലേ? എങ്ങനെയാണ് ഇത് നമ്മളെ വിസ്പേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ബ്രോ നമ്മളായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ ആക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയായിരിക്കും പേഴ്സണൽ ലൈഫിലും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ജേണി എങ്ങനെയാണ്? ഈ 3 പേരായിട്ടുള്ള കണക്ഷനും എങ്ങനെയാണ് ഈ ജേണി വരുന്നത്? ഓൾ റൈറ്റ്, ഓക്കെ. പേഴ്സണൽ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് 80s ആക്ഷൻ മൂവീസിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ആൻഡ് പിന്നെ നമ്മുടെ മലയാളം പറയുകയാണെങ്കിൽ ബാബു ആൻ്റണി സാറും അങ്ങനത്തെ കുറേ നമ്മുടെ ആ സമയത്തെ കുറേ ആക്ഷൻ ഫിലിംസിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ജാക്കി ചാൻ മൂവീസ് അങ്ങനെ. ആൻഡ് ആക്ഷൻ മൂവീസിനോട് പണ്ട് തൊട്ടേ ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു. എനി ടൈം ഒരു ചെറിയ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏഷ്യാനെറ്റിൽ 2 മണിക്ക് പടം ഉണ്ടാവും. അപ്പോൾ ഈ 2 മണിക്കുള്ള പടത്തിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ആദ്യം അമ്മയോട് ചോദിക്കുന്നത്, അമ്മ ഈ പടത്തിൽ ഇടിയുണ്ടോയെന്നാണ്. അപ്പോൾ പറയും സംഘടന എന്ന് എഴുതി കാണിച്ച ഇടിയുണ്ടാവും എന്ന് പറയും. അപ്പോൾ അത് നോക്കിയിരിക്കുമായിരുന്നു. സോ പിന്നെ കമ്മിങ് ടു വിസ്പേഴ്സ് ഓഫ് ദ ലോസ്റ്റ്, ഞാൻ മനീഷേട്ടൻ്റെ അടുത്ത് എത്തുന്നത് സുകുമാർ തെക്കേപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോ പ്രൊഡ്യൂസറുണ്ട്, പുള്ളിക്കാരൻ കാരണമാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഗ്രേഡിങ്ങിൻ്റെ സമയത്ത് കണ്ടിട്ട് ഹീ ജോയിൻഡ് ഇൻ ആസ് എ പ്രൊഡ്യൂസർ. അപ്പോൾ അങ്ങനെയാണ് മനീഷേട്ടനെ കാണിച്ചത്. വി വർ ലുക്കിംഗ് ഫോർ എ പ്ലാറ്റ്ഫോം ടു റിലീസ് ഇറ്റ്. ഈ ഐഡിയ ഉണ്ടായെന്ന് പറയാനായിട്ട്, ഞാൻ ഇതിന് മുമ്പേ 2 ഷോർട്ട്സ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ആക്ഷനാണ്, രണ്ടും കളറിഫൈഡ് ബേസ്ഡ് ആയിരുന്നു, പീരിയഡ് പീസ് ആയിരുന്നു. അപ്പോൾ ഇത് ദിസ് ടൈം അറൗണ്ട് ഒരു ഐഡിയ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് വി ആർ ബിഗ് ഫാൻസ് ഓഫ് ജോൺ വിക്ക് അല്ലെങ്കിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഫിലിംസിൻ്റെ. അപ്പോൾ വാട്ട് ഇഫ് വൈ കാണ്ട് വി ഡു ദാറ്റ് ഹിയർ? എങ്ങനെ അത് ഇവിടെ പ്ലേസ് ചെയ്യും, ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മുടെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെ അത് പ്ലേസ് ചെയ്യുമോ എന്നുള്ളൊരു ഐഡിയയിലാണ് ദ തോട്ട് ബിഗൻസ്. സോ ദ ലീഡ് ആക്ടർ, ദ ജാപ്പനീസ് ആക്ടർ, ഹിസ് നെയിം ഇസ് ഓർസിൻ മോച്ചിസുക്കി. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു 6 years ബാക്ക് ഓൺലൈൻ ഓൺ ഇൻസ്റ്റഗ്രാം. പുള്ളിയുടെ ഒരു പടം കണ്ടിട്ട്, റീബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പടം കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ജാപ്പനീസ് ഫിലിം. ഹി വാസ് ദ സെക്കൻഡ് ലീഡ് ആ സിനിമയിലെ സെക്കൻഡ് ലീഡ്. ആൻഡ് ഐ ജനറൽ ഒരു അപ്രിസിയേഷൻ മെസ്സേജ് അയച്ചതാണ്. സോ ഹി റെസ്പോണ്ടഡ്, സ്റ്റാർട്ടഡ് ഫോളോയിങ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക്സ് അയക്കും. അപ്പോൾ നമ്മളിങ്ങനെ റാൻഡംലി ഐഡിയാസ് ഡിസ്കസ് ചെയ്യും. വാട്ട് ഇഫ് വി ഡു എ ആക്ഷൻ ഫിലിം വേർ ലൈക്ക് ബോത്ത് ദ കൾച്ചേഴ്സ് ആർ ദേർ. ഒരു നിഞ്ചേനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ വാട്ട് ഇഫ് എ ചേഗവർ ഗോസ് ടു ജപ്പാൻ, വാട്ട് എവർ. അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് നമ്മൾ ചുമ്മാ ഐഡിയാസ് ത്രോ ചെയ്യുമല്ലോ. ബട്ട് വി നെവർ തോട്ട് ദിസ് വുഡ് ഹാപ്പൻ. പക്ഷേ 2022 പുള്ളി 2022 എൻഡിൽ പുള്ളി കാലാപാനി എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ്, അതിനകത്ത് ജാപ്പനീസ് സോൾജറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വന്നപ്പോൾ എന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോഴേക്കും ഹി ആസ്ക് മീ എത്രയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് പടം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഞാൻ പറഞ്ഞു പടം ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ഡു എ കോൺസെപ്റ്റ് ഫിലിം ടുഗെദർ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നത്. പിന്നെ ഐഡിയയുടെ ജേം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായർ സാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, പണ്ട് ഇവിടെ MT സാർ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൽഹാസൻ, മോഹൻലാൽ, ജാക്കി ചാനിനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതും ഇങ്ങനെ ഒരു ക്രോസ് കൾച്ചറൽ സ്റ്റഫ് തന്നെയായിരുന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ പീരിയഡ് പടം നമ്മൾ ആലോചിച്ചു, വൈ കാണ്ട് ഇറ്റ് ബി ലൈക്ക് ഒരു മോഡേൺ കോണ്ടംപററി ടൈംസിൽ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അർജുനെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്, പൊയ്ത്തെന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴാണ്. സോ അതിനകത്ത് എൻ്റെ ലീഡ് ആക്ടറും ആക്ഷൻ ഡിസൈനറും അർജുനായിരുന്നു. അർജുൻ്റെ ഇതിലെ വൺ ഓഫ് ദ മെയിൻ വില്ലൻസ് അർജുനാണ്. അപ്പോൾ അതിൽ കാസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്ഷൻ ഹാസ് ടു ബി ഓത്തൻറ്റിക്. അപ്പോൾ നമ്മൾ അർജുനെ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. താഹ പിന്നെ ഹീസ് ബീൻ
ദ ഫൗണ്ടർ ഓഫ് ഡ്രാക്ഷൻ റീൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഫൗണ്ട് ചെയ്തത്. ഇതേ സെയിം ഇൻട്രസ്റ്റ് അവിടെയുണ്ട്. സംവിധാനം മാത്രമല്ല, ഈസ് മൾട്ടി ടാലൻറ്റഡ്. ആക്ഷൻ എന്നുള്ള രീതിയിലും മ്യൂസിക് റിലേറ്റഡ് പരിപാടിയാണെങ്കിൽ ഇതിലെ ഒരു പാട്ട് എഴുതിയതും കമ്പോസ് ചെയ്തതും പുള്ളിയാണ്. ആൻഡ് അച്യുതൻ ഈസ് അഗൈൻ നമ്മുടെ ഫസ്റ്റ് പടം തൊട്ടുള്ള കൊളാബറേറ്റർ ആണ്. ഞങ്ങൾ വി ഗോ ഈവൻ വേ ബാക്ക്. ഞാൻ ആക്ടറായിട്ടാണ് തുടങ്ങിയത്, അന്ന് മുതലുള്ള പരിചയം. സോ അങ്ങനെയാണ് ഇവരെ എല്ലാവരുമായിട്ടുള്ള കണക്ഷനും ഈ ഒരു ഐഡിയയുടെ ഒരു സംഭവം. അർജുനിലേക്ക് വരാം നമുക്ക്. അർജുൻ ഹൈബ്രിഡ് കളരി എന്നാണ് പേരില്. എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ പേജിൽ കമൻസ് വരുന്നത് പോലും ടോപ്പ് നോച്ച് ആക്ഷൻ സീക്വൻസ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരു ഫീച്ചറായിട്ട് ആലോചിച്ചുകൂടാ, ഇതിൻ്റെ ഒരു ഫീച്ചർ ഇലോങ്ങേഷൻ തന്നെയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കമൻ്റ് അല്ല, നമ്മുടെ കമൻസിൽ ഞാൻ കണ്ടത്. ഇന്നിങ്ങനെ കമൻസിലേക്ക് റൺ ത്രൂ ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. അങ്ങനെ ഇതിൻ്റെ ആക്ഷൻ ഒരു പിച്ച് ഫിലിമായിട്ടാണ് നിങ്ങളിത് അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷന് പൂർണ്ണമായിട്ട് ആക്ഷൻ പ്രാധാന്യം ഉള്ളൊരു ഷോട്ടായിട്ട് എനിക്ക് തോന്നിയത്. എന്താണ് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, ആക്ഷൻ കോറിയോഗ്രഫി, അതിൻ്റെ ഷൂട്ട്, ഇതിലൊക്കെ എന്താണ് ഒരു ചാലഞ്ചും അതിൻ്റെ മേക്കിംഗ് ആസ്പെക്റ്റിൽ എങ്ങനെയാണ്? അല്ല, ഇതിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ള ഡിസ്കഷനിൽ തന്നെ എൻ്റെ മൈൻഡിലുള്ളത് ഒരു ആക്ഷൻ വേറെ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഹൈബ്രിഡ് കളരി എന്നുള്ള എൻ്റെ ഒരു ഫേമിൻ്റെ പേരും കൂടിയാണ്. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വില്യംസ് എന്നിട്ട്, ഞാനും വില്യംസും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. കളരിപ്പായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കളരിപ്പായിട്ടായിരുന്നു ഫോക്കസ്ഡ്. സോ ഞങ്ങൾ ഈ കൾച്ചർ സെൻറ്റേഴ്സ് ഉണ്ടാവും ഫോർട്ട് കൊച്ചിയിൽ. സോ അവിടെ ഇങ്ങനെ പെർഫോമൻസും കാര്യങ്ങളും, പിന്നെ സിനിമയിൽ തന്നെ സ്റ്റൺമാനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകാറുണ്ട്. സോ അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പിന്നെ 2018 ഞങ്ങൾ ഈ ഫേം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ, അങ്ങനെ ഓരോ പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കോവിഡിൻ്റെ ടൈമിലാണ് രമേശ് പോകുന്നത്. റീപ്രൊഡക്ഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. സോ എങ്കിലേ നമുക്ക് ആ സെറ്റിൽ വരുമ്പോൾ അതൊരു പെർഫോമൻസ് പോലെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആക്ടേഴ്സിനെ പെർഫോമേഴ്സ് ആക്കുക, നോട്ട് ജസ്റ്റ് ദേ ആർ ആക്ടിങ് ആക്ച്വലി. സോ ഞങ്ങൾക്കിപ്പോൾ 1 മിനിറ്റ് ലൈവ് പെർഫോമൻസ് ചെയ്യണമെന്ന് പറയാം, 1 മിനിറ്റ് സീക്വൻസ് ഉണ്ടാക്കണമെന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് മച്ച് ഹാർഡർ ടു പെർഫോം ഇൻ എ റിയൽ സ്റ്റേജ് ഓർ റിയൽ വേ. അത് സിനിമയിൽ വരുമ്പോൾ കട്ട് ടു കട്ടാണ് നിങ്ങൾ ജീവിക്കുന്നുള്ളൂ. സോ അതിനേക്കാളും വലിയ പരിപാടിയാണ് ഇവിടെ ഒരു പെർഫോമറായിട്ട് നിൽക്കുന്നത്. സോ ഐ ഹാഡ് സീൻ മച്ച് പെർഫോമേഴ്സ് ഇൻ മൈ ലൈഫ്. സോ എനിക്ക് തോന്നുന്ന അതാണ് കുറച്ചും കൂടി പരിപാടി ഇതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. സോ ഇവിടെ വരുമ്പോഴും അതേ പെർഫോമൻസിനെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഓൺ സ്ക്രീൻ പല വണ്ടർഫുൾ ആയിട്ടുള്ള മൂവ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങളുടെ അപ്പോൾ ആസ് എ പെർഫോമർ കൊണ്ടുവരും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇടയിൽ പ്രീ പ്രൊഡക്ഷന് ഭയങ്കര പ്രാധാന്യം ഞങ്ങൾക്ക് ഉണ്ടായി. ഇപ്പോൾ പൊയ്ത്തിലായിക്കോട്ടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 1 മാസത്തിന് മേലെ ഞങ്ങൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സോ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രീവിയസ് ഉണ്ടാവും. സോ നിങ്ങൾ ഷോർട്ട് ഡിവിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾ ചെറിയ മൊബൈലിലാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുക. സോ ആ ടൈമിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ആക്ഷൻ കോറിയോഗ്രാഫി നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമാറ്റോഗ്രാഫറും he will be joining us. അച്ചു പൊയ്ത്തു മുതൽ നമ്മുടെ കൂടെ. സോ ദ തിങ് ഈസ് ദാറ്റ് ഒരു ക്യാമറാമാൻ ആണെങ്കിലും അവർ നമ്മുടെ മൂവ് പഠിക്കണം. സോ ഹി വിൽ ബി തിങ്കിങ് ഇൻ ഹിസ് വേ. ക്യാമറയും കൂടെ അപ്പോൾ ഇതിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ ഷേപ്പ് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ക്യാമറമാൻ്റെ പെർസ്പെക്റ്റീവ്. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സിന്റെ മെയിൻ തിങ്. സോ ആ ടൈമിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും കുറേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യും, ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ആ ഔട്ട് നമ്മളിപ്പോൾ ചെറിയ ഇതിലെ തന്നെ വർക്ക്ഷോപ്പിൽ ആ ഒരു ഗൺഫു സീക്വൻസ് ഇല്ലേ, ഇതിലാണെങ്കിലും അത് നേരത്തെ നിങ്ങൾ ചെയ്യണേ, റിഹേഴ്സൽ ചെയ്യണേ. ഇപ്പോൾ ഓർസൻ വരുമ്പോൾ ഓർസൻ ആകെ 2 ദിവസം ഉണ്ടായുള്ളൂ. ഓർസൻ ഈസ് ദ ലീഡ്. സോ പുള്ളിക്കാരൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു റീബോൺ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഫാൻ ബേസ്ഡ് ആണ് ആ പടം. സോ റീബോൺ കണ്ടിട്ട് പുള്ളിക്കാരനാണെങ്കിലും അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് 2 ദിവസം റിഹേഴ്സൽ. പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് റീബോണിന് വേണ്ടി പുള്ളിക്കാരൻ ചെയ്തത് 9 മാസം. സോ 6 months അവർക്ക് ടാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, മിലിറ്ററി വൈസ് കാര്യങ്ങൾ. പിന്നെ 3 മാസം സിനിമയുടെ കൊറിയോഗ്രഫിയാണ്. സോ ആക്ഷൻ കൊറിയോഗ്രഫിക്ക് മാത്രം അവർ 3 months ക്രിയേറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ വാല്യൂ അതിൽ കാണിക്കുന്നുണ്ട്. ആ പടം കണ്ടല്ലോ, അധികം പേര് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ബട്ട് ആക്ഷൻ ലവേഴ്സ് മസ്റ്റ് ഹാവ് സീൻ ദിസ്. നമുക്കുണ്ട്. സോ അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പരിപാടി. നമ്മൾ നേരത്തെ ബ്രോ വന്നപ്പോൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ ആക്ഷൻ എന്നുള്ള ജോണറിന് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു നിഷ ഓഡിയൻസ് രൂപപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ RDX ശേഷം. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ബ്രഹ്മയുഗമൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഹൊററിൻ്റെ
വലിയ ജോണർ മിക്സും ഒക്കെ കണ്ടതാണ്. ഈ ആക്ഷൻ എന്നുള്ളതിൻ്റെ പോസിബിലിറ്റി, ഈ നിങ്ങളുടെ ഷോട്ടിൻ്റെ മൊത്തത്തിലുള്ള പോസിബിലിറ്റി എന്താ തോന്നുന്നത്? നമ്മളെ പോലെ തന്നെ ഒരുപാട് മലയാളി ഓഡിയൻസിന് ആക്ഷൻ എന്നും ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില എന്താണ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ്, ഇപ്പം ആക്ഷൻ ഹീറോസ് അല്ലെങ്കിൽ ഭയങ്കര അൾട്രാ മാസ്കുലിൻ ക്യാരക്ടർ എന്നൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ട് മീൻസ് ആക്ഷൻ തന്നെയാണല്ലോ ഇപ്പം പല ഹിറ്റ് ഫിലിമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പം ആക്ഷന് എപ്പോഴും പിന്നെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ് മലയാളി ഓഡിയൻസ് മറ്റ് സിനിമകളും എക്സ്പോഷർ ഉണ്ടായിരുന്നു നമുക്കിപ്പം തമിഴായാലും തെലുങ്കായാലും ഈവൻ ഹോളിവുഡ് ഫിലിംസ്. എനിക്ക് തോന്നുന്നു മലയാളികളായിരിക്കും കൂടുതൽ മറ്റ് ഭാഷകളിലെ സിനിമകൾ കാണുന്ന ഒരു ഗ്രൂപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആക്ഷൻ എപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ ഒരു ആക്ഷൻ ഫിലിംസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ആരും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നേവരെ. അപ്പം അധികവും തമിഴ് അല്ലെങ്കിൽ തെലുങ്കിലൊക്കെയാണ് നമ്മൾ ഭയങ്കര ആക്ഷനൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഈവൻ ബോളിവുഡ് ഫിലിംസിൽ അങ്ങനെയൊക്കെ. അപ്പം മലയാളത്തിലായിരിക്കും ലീസ്റ്റ് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പം പക്ഷെ നമുക്ക് പറയുകയാണെങ്കിൽ അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി ആസ് ആക്ഷൻ ലവേഴ്സ് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. മറ്റ് ഈ ചെറിയ ചെറിയ ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സ്, ഇപ്പോൾ തായ്ലൻഡ് അല്ലെങ്കിൽ പിന്നെ ഇന്തോനേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻ ഫിലിമുകൾ വന്ന് ഗ്ലോബൽ റെക്കഗ്നിഷനിലേക്കൊക്കെ എത്തുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാവരും വരുന്നത് അവരുടേതായ ഒരു മാർഷൽ ആർട്ട് ഉണ്ടാവും. അവരുടെ രാജ്യത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഇപ്പം തായ്ലൻഡ് ആണെങ്കിൽ മുവത്തായി എന്ന് പറഞ്ഞ വേറെയും കുറേ ഉണ്ട് അവരുടെ മാർഷൽ ആർട്സ്. ഇന്തോനേഷ്യയിൽ പെൻകക് സിലത്ത് എന്ന് പറഞ്ഞ മാർഷൽ ആർട്ട് ഒക്കെ. അങ്ങനെ ഓരോ മാർഷൽ ആർട്ടിൻ്റെ പുറത്ത് ഒരു മാർഷൽ ആർട്ട് മൂവീസോ അല്ലെങ്കിൽ ആക്ഷൻ മൂവീസോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും എന്താ പറയുക ഇത്രയും ഹെറിറ്റേജ് വാല്യൂ ഉള്ള ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ട് കളരിപ്പയറ്റ്. നമ്മൾ അതിൻ്റെ ബേസിൽ ആരും ഒരു എന്താ പറയുക പ്യുവർ കളരിപ്പയറ്റ് ബേസ്ഡ് മാർഷൽ ആർട്സ് സിനിമ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല. കുറേ ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാം. കളരി കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പ്യുവർ മാർഷൽ ആർട്സ് ഫിലിം എന്നുള്ള രീതിയിൽ ഇനിയും എനിക്ക് തോന്നുന്നത് ഇനിയും വരാതിരിക്കുന്നേ ഉള്ളൂ എന്നുണ്ട് മാർഷൽ. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മാർഷൽ ആർട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ഇതൊരു ഗ്ലോബൽ റെക്കഗ്നിഷനും സാധ്യതയുള്ളപ്പം വെറുതെ ആക്ഷന് വേണ്ടി കാണിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, നല്ല കഥയും കോണ്ടൻറ്റും ഉള്ള അല്ലെങ്കിൽ മെസ്സേജൊക്കെ ഉള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ, അതായത് സിനിമാറ്റിക് വാല്യൂം വേണം എന്നാൽ ആക്ഷനും ഷുഡ് ബി അത്രയും ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ പെർഫോമൻസ്, ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. 2019 ആക്ച്വലി ഞങ്ങൾ ഷൂട്ടിൻ്റെ തലേ ദിവസം ഇതേപോലെ തന്നെ പ്രാക്ടീസിൻ്റെ ഇടയിൽ എൻ്റെ ഷോൾഡർ ഇഞ്ചുറി ആയി. സോ ഈ ഡെൽറ്റോട് ടയറായി. സോ അത് അന്ന് നിർത്തിയതാണ്. അപ്പോൾ അന്ന് അവിടെ അത് സ്റ്റോപ്പായിട്ട് നിൽക്കണമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ രമേഷ് പോയിത്തിൻ്റെ ടൈമിൽ വന്ന് പറയണത്. അപ്പോൾ ഐഡിയാസ് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് സിമിലർ ആയിരുന്നു. ലൈക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന വിധവും ഇതെല്ലാം വെച്ചിട്ട്. സോ വൈ നോട്ട് കളരിയാണ് ഐറ്റം എന്നുള്ളത്. എൻ്റെ ആകെയുള്ള എനിക്ക് തോന്നിയ ടഫ് പോയിന്റ് ഉള്ളത് ആക്ടിങ് എന്നുള്ള ഒരു ഭാഗം മാത്രം. പുള്ളി നമ്മളോട് ആക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. കൊറിയോഗ്രാഫി ഈസ് ഈസി ഐ തിങ്ക്, ബട്ട് ആക്ടിങ് ആണ് കുറച്ച് ടഫ് എന്നുള്ളത് എനിക്ക് തോന്നിയത്. സോ ബട്ട് ഹി വാസ് കോൺഫിഡൻറ്റ് ആക്ച്വലി പറഞ്ഞു. ആൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ആ ടൈമിൽ എനിക്ക് ഇതടക്കം എനിക്ക് തോന്നുന്നത് ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണതാണ്. സോ യാ മച്ച് മോർ ബെറ്റർ ആൻഡ് ദിസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ആക്ച്വലി. ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. അപ്പോൾ ഇനിയും വരാനുണ്ട്. എന്തായാലും ഇതിൻ്റെ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ ദിസ്. എവരി വൺ ദീസ് ഗൈസ് ആർ മച്ച് മോർ ദാൻ ദിസ്. നമ്മൾ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ എപ്പോഴും യൂട്യൂബിൽ വരുന്ന ഷോർട്ട് ഫിലിമിന് ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. ലൈറ്റിംഗ്, പ്രൊഡക്ഷൻ വാല്യൂ ഭയങ്കര എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആ ഒരു പോർഷനിലാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ലൈറ്റിംഗ് വെച്ചിട്ടാണ് സീക്വൻസ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡ് ആയാലും റെഡ് ഷെയ്ഡ് ആയാലും ഒക്കെ നിങ്ങൾ ലൈറ്റിംഗ് വെച്ചിട്ടാണ് സീക്വൻസ് ഡിസൈൻ ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ അർജുൻ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസിലും സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. ഈ രണ്ട് ആസ്പെക്റ്റിൽ എന്താ തോന്നുന്നത്? ഈ ഷോർട്ട് ഡിവിഷനൊക്കെ മുന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് ഡിവിഷനും മറ്റേ ലൈറ്റിങ്ങിന്റെ പ്ലാനൊക്കെ നമ്മൾ വരച്ചായിരുന്നു. അപ്പോൾ ഒരു കളർ പാലറ്റ് നമ്മൾ അന്ന് തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു. നമുക്ക് ഈ ഒരു കളർ പാലറ്റ് ആകുമ്പോൾ ഒരു ഡേഞ്ചർ ഫീൽ ഉണ്ടാവും, ഇതാകുമ്പോൾ ഒരു കാം ഫീൽ ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ അതിൻ്റെ ഒരു സാധനം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ വേറൊരു സാധനം നമ്മൾ ചെയ്തത് മറ്റേ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു സൈഡ് നമുക്ക് ഒരു ഡാർക്ക് വേണം, ഒരു സൈഡ് ലൈറ്റ് വേണം. ഈ ഒരു സാധനം, ഈ ഒരു പ്രിൻസിപ്പളിലാണ് നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റി. നമുക്ക് ഉണ്ടാവുന്ന അത്ര ഈ ബഡ്ജറ്റൊക്കെ വെച്ച് നമുക്ക് പറ്റി. ഇത് പക്ഷേ ഞാനും രമേഷൊക്കെ പണ്ട് മുതൽ നമ്മൾ ആക്ഷൻ്റെ കാര്യങ്ങൾ, മോട്ടോർ ബൈക്സ്, ഇങ്ങനത്തെ അഡ്വഞ്ചർ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാഷനാണ്. നമ്മളിങ്ങനെ സംസാരിക്കും, ഓരോന്ന് പ്ലാൻ ചെയ്യും, ഫൈറ്റിൻ്റെ സാധനം സംസാരിക്കും. പണ്ട് മുതലേ നമ്മൾ മറ്റേ പണിഷറും ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് ഒന്നിച്ചിരുന്ന് കണ്ടിട്ട് മറ്റേ റാമ്പോടെ ചെറിയ ടോയ് ഒക്കെ ഉണ്ടാവും, അത് വെച്ചൊക്കെ ഞങ്ങൾ കളിക്കും. കാണാൻ പൈസ ചെയ്യുന്നല്ലോ കുട്ടികളാണ് ഞങ്ങളിപ്പോഴും. ഈ ടോയ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് മോഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. പണ്ട് മുതലേ ഒരു എക്സ്പെരിമെൻറ്റിങ് ഉണ്ടായിരുന്നു ഈ ആക്ഷൻ ആയിട്ടുള്ള ഒരു സാധനം. പൊതുവേ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഫിലിംസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്റേൺ ഫിലിംസ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു ഫൈറ്റ് സീൻസ് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു ഫൈറ്റ് സീൻസ് എന്താ നടക്കാൻ പോണത് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു സാധനമില്ല. പണ്ടൊക്കെ ആൾക്കാർ മറ്റേ ഒരു പാട്ട് വരുമ്പോഴോ ഒരു ഫൈറ്റ് വരുമ്പോഴോ സിഗരറ്റ് വലിക്കാൻ പുറത്തിറങ്ങി പോകുന്ന ആൾക്കാർ. ഇപ്പോഴും ആ ഒരു ഫൈറ്റിനോട് ആ ഒരു താല്പര്യമില്ല. ആൾക്കാർ ഫൈറ്റ് നടക്കുമ്പോൾ എന്തായാലും ഹീറോ ജയിക്കുന്നതാണ്. പക്ഷെ അതേ റോട്ടിൽ നമ്മളൊരു ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ആരാ ജയിക്കാന്നറിയില്ല. അപ്പോൾ ആ ഒരു സാധനം ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ കൊണ്ടുവരണം. അത് ഹൈബ്രിഡ് കളറിൽ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു കൊറിയോഗ്രാഫി അവർ തുടങ്ങുമ്പോൾ തന്നെ അർജുൻ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയാൻ പറ്റില്ല, ഇത് ക്യാമറ കൊറിയോഗ്രാഫിയും കൂടിയാണ്. അവർ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. അവിടെ മുതലേ തുടങ്ങും. അവിടെ മുതലേ നമുക്ക് അതിനെ ഈ ഷോട്ട് എങ്ങനെയാണ് എടുക്കുക, ഈ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എടുക്കുക, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അന്ന് മുതലേ വലിയൊരു ഡിഫറെൻ്റ് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ ആക്ഷൻ സീക്വൻസ് എങ്ങനെയാണ് കാണിക്കാൻ പറ്റാന്ന്. ആക്ഷൻ എന്ത് നന്നായിട്ട് കാണിച്ചാലും നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഇല്ലേ, അത് നമ്മൾ കൂടുതൽ, എനിക്കൊക്കെ മറ്റേ ഗിരീഷ് കങ്കരാജൻ ഭയങ്കര ഇൻസ്പിറേഷനാണ്. പുള്ളി മറ്റേ ജല്ലിക്കട്ടിലൊക്കെ ക്യാമറയായിട്ട് ഓടും. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു സീക്വൻസിലുള്ള പോലെ തോന്നും. അപ്പോൾ അതാണ് ഞാൻ ഇതിലും ട്രൈ ചെയ്തത്. അതായത് നമ്മളൊരു മൂന്നാമത്തെ ഒരാൾ, ആ ഫൈറ്റിൽ തന്നെ നമ്മളൊരു മൂന്നാമത്തെ ആൾ, അത് ചെയ്യാനുള്ള ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷെ അത് അച്ചീവ് ചെയ്താൽ നല്ലൊരു ലുക്ക് കിട്ടുമെന്ന് അറിയാം. എന്നാൽ നമ്മളത് ട്രൈ ചെയ്തു. പിന്നെ കൂടുതൽ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ പ്രീ പ്രൊഡക്ഷനും കൊറിയോഗ്രാഫി അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അർജുനുണ്ട്, ഓർസൻ മറ്റേ ജാപ്പനീസ് ആക്ടർ, ഈസ് ഓൾസോ അമേസിങ്. പുള്ളി 2 ദിവസം കൊണ്ട് ഈ മൊത്തം സീക്വൻസ് പഠിച്ചെടുത്തത്. ആക്ച്വലി പ്രീ പ്രൊഡക്ഷനിലെ സ്റ്റോറി ബോർഡ് ഫുള്ള് നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. അതെ, കുത്തും അറിയുന്ന ഇറങ്ങിയിട്ട് നമ്മുടെ ശ്യാമിൻ്റെ ഒരു കമ്പനിയാണ്. അപ്പോൾ പുള്ളിയാണ് ഈ സ്റ്റോറി ബോർഡൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി ബോർഡ് അനുസരിച്ചിട്ടാണ്, ഒരു പ്രീവിയസ് ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്. അത് ഒരു ബേസ് ആയിട്ട് വെച്ചിട്ട് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി. പിന്നെ കാര്യം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തു. പിന്നെ കൂടുതൽ നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ നമ്മൾ ക്യാമറ സോണിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു നൈറ്റിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സോണിയാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ്. അപ്പോൾ സോണിയും അതിൻ്റെ കൂടെ വന്നിട്ടുള്ള എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ക്യാമറ നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ലൈറ്റ്സ് നമുക്ക് ഒരു പ്രീ പ്ലാൻഡ് ഒരു സാധനം ഉണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ 2 ഷോട്ടിലും 2 ഡിഫറെൻറ്റ് 4 ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 4 ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ലൈറ്റ് മാത്രം നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സീക്വൻസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു അർജുൻ വരുന്ന സ്ഥലം ഒരു ഡേഞ്ചർ ഫാക്ടറായിട്ടും ഈ പുള്ളി ഇരിക്കുന്ന ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു കാമായിട്ടും. അപ്പോൾ ആ ഒരു തീം, ആ ഒരു കളർ പാലറ്റ് ചിലപ്പോൾ സ്റ്റോറി ടെല്ലിംഗിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ അത് ഉണ്ടായിരുന്നു. സോ അത് വെച്ച് നമ്മളിങ്ങനെ പോയി. ഈ സ്റ്റോറി ബോർഡിങ് ചെയ്ത ശ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ കളർ ഗ്രേഡിങ്, കളർ തിയറിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് സീക്വൻസിൽ ഒരു സൈഡിൽ റെഡ്, ഒരു സൈഡിൽ ബ്ലൂ, അതിലൊരു തിയറി വർക്ക് ചെയ്തതാണ്. ഡേഞ്ചർ ഈസ് കമ്മിങ് ഫ്രം ദി അതർ സൈഡ്, ദിസ് ഗൈ ഈസ് ഇൻ ദാറ്റ് ബ്ലൂ സോൺ എന്നൊക്കെ ഉള്ളൊരു സംഭവം നമ്മൾ നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ആൻഡ് ഓൾസോ ദി ഓപ്പണിംഗ് സീൻ, ആ ഒരു ഗ്രീൻ പാലറ്റും അതിൻ്റെ ഒരു യെല്ലോ കളറും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അച്ചു പറഞ്ഞതുപോലെ ഈ പ്രീവിയസിൻ്റെ സമയത്ത്, പ്രീ വിഷ്വലൈസേഷൻ്റെ സമയത്ത് അച്ചു ഞാനും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇവർ കൊറിയോഗ്രാഫി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി എക്സ്പ്ലോറിങ് ദി ആംഗിൾസ്. ഇത് ഏത് ആംഗിളിൽ ഷൂട്ട് ചെയ്യാം, ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ടേക്കിൽ, ഒരു ലെങ്തി ഷോട്ട് പോവാം. ബിക്കോസ് ദീസ് ഗൈസ് ആർ ഗുഡ് പെർഫോമേഴ്സ്. അപ്പോൾ നമുക്ക് അവരെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്, നല്ല പെർഫോമേഴ്സ് ആകുമ്പോൾ നമുക്ക് ലെങ്തി ടേക്സ് പോകാൻ പറ്റും. പിന്നെ നമുക്ക് കട്ട്സ് കുറവ് പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു സംഭവം. അതേപോലെ തന്നെ ഈ ആക്ഷൻ ഡിസൈനിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക്
ആക്ഷൻ ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു കോർ ഫാക്ടർ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോറി. ഈവൻ ദോ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രീവിയസ് 2 വർക്കും ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം, ലൈക്ക് ബിഗിനിങ് മിഡിൽ എൻഡ് അങ്ങനെ ഒരു സംഭവം. ഇതിനകത്ത് നമ്മൾ റൈറ്റ് ഓഡിയൻസിനെ കൊണ്ടുവരും ഡ്രോപ്പ് ചെയ്യാണ്. ബട്ട് എന്നാലും ഇറ്റ് സെർവ്സ് ദ സ്റ്റോറി. നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാതെ പല നമ്മുടെ സ്റ്റോറിയുടെ വലിയ ലാർജർ പിക്ചർ ഉള്ള സംഭവത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ ബാക്ക് സ്റ്റോറിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവർ കൊറിയോഗ്രാഫിയും പരിപാടിയും ചെയ്യുക. അതായത് ഒരാളുടെ സ്കില്ല് കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ, ദ ലീഡ് ക്യാരക്ടർ ഈസ് ആംബിഡെക്സ്ട്രസ്. 2 കൈ കൊണ്ടും അവന് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സീക്വൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്ലാനിങ് പോകാറുണ്ട്. നിങ്ങൾ ഈ പിച്ച് ഫിലിം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഫിലിം എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ ആക്ഷൻ സീക്വൻസ് ത്രൂ ഔട്ട് ഒരു ഏതെങ്കിലും സിനിമാറ്റിക് റെഫറൻസ് ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്? ഒബ്വിയസ്ലി നമ്മൾ ഈ ഒരു പടത്തിന് ഡെഫിനറ്റ്ലി നമ്മുടെ റെഫറൻസ് വാസ് ജോൺ വിക്ക്. ജോൺ വിക്കിലെ പോലത്തെ ഗൺഫു സീക്വൻസ് വേണമെന്നായിരുന്നു ഞാൻ ഓപ്പണിംഗ് സീക്വൻസിന്റെ പറഞ്ഞത്. ഐഡിയ വാസ് ലൈക്ക് ക്യാരക്ടർ ഈസ് എ ജാപ്പനീസ് അസാസിൻ. അപ്പോൾ അവൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, ഇവിടെ വരുമ്പോൾ ഹീസ് ഗെറ്റിംഗ് അറ്റാക്ഡ് ആൻഡ് ഓൾ ദാറ്റ്. സോ അവൻ്റെ സ്കിൽ സെറ്റിൽ ഇതും ഉണ്ട് എന്നുള്ള രീതിയിൽ. ബട്ട് ഇറ്റ് ഷുഡൻറ്റ് ബി എക്സാക്ട്ലി ലൈക്ക് ജോൺ വിക്ക്. ഓൾസോ ഇത് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ആ ഗൺഫൂൻ്റെ ഇത് പറഞ്ഞല്ലേ, അത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം അതിൽ എതിരെ വന്ന ആളുകൾ സ്കിൽഡ് അല്ല. സോ ദേ ആർ ഹോൾഡിങ് ദ ഗൺസ് ഇൻ ഡിഫറെൻറ്റ് വേ. അവർ വെടിവെക്കുമ്പോൾ അവരെ കൈ വെക്കുന്നതും അത് വ്യത്യാസമുണ്ട്. ബിക്കോസ് അവർ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഗുണ്ട സെറ്റപ്പാണ്. അപ്പോൾ ഇവനാണ് സ്കിൽഡ്, ഈസ് ഫ്രോം ഔട്ട് സൈഡ്. സോ അത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് അയാൾ കുറച്ചും കൂടി ഈ വാക്കത്തി പോലത്തെ സംഭവത്തിലാണ് കുറച്ചും കൂടി ഇത്. പിന്നെ മൂവ് ചെയ്യുമ്പോഴും ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായി, ഗൺഫു പരുന്തിലാക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ആക്ഷൻ ഡിസൈൻ ഉണ്ടായിരുന്നു. സോ അതിലെ മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ സോ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി സാവേജ് ആണ്. പുള്ളീൻ്റെ ഒരു റേജിലാണ് വന്നിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യണം. സോ പുള്ളി അക്രോബാറ്റിക്സ് അല്ല, ലൈക്ക് പ്രോപ്പർ ഫൈറ്റ് അല്ലെങ്കിൽ കൊല്ലാനാണ് വന്നത്. അപ്പോൾ ആ ഒരു മാഡ്നെസ് ഉണ്ടാകണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. സോ അത് സ്റ്റാർട്ടിങ് തുടങ്ങി ആ ഒരു സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ അക്രോബാറ്റിക്സ് എന്നുള്ള പരിപാടിയും കാര്യങ്ങളില്ലാതെ മാക്സിമം ഫൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ, അതായത് തീർക്കാൻ വേണ്ടിയാണോ ഇപ്പം വന്നേക്കുന്നത്. സോ ആ ഒരു സാധനം ഞങ്ങളുടെ മൈൻഡിൽ വെക്കണ്ടേ കൊറിയോഗ്രാഫിയുടെ എൻഡ് വരെ. പിന്നെ പുള്ളിയാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇവർ ബാക്കിയുള്ളത് വെച്ചിട്ട് ടോയ്സ് വെച്ചിട്ട് വരെ ഇവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വൈ നോട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ. ഇതിലൊരു മൂവ് ഉണ്ട്, വേറെ ഒരു ബാക്ക് ഷൂട്ട് ചെയ്തിട്ട് എണീക്കുക, സൂട്ടപ്പ് ചെയ്ത് എണീച്ച് ചെയ്യുന്നൊരു ലോക്ക് ഉണ്ട്. സോ അത് ഞങ്ങൾ ആ ടൈമിൽ ഷൂട്ടിന് 3 ദിവസം മുമ്പായിരുന്നു. ഞങ്ങൾ സ്പോട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ എന്തോ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം പറയുമ്പോൾ പുള്ളിയാണ് അത് നമ്മളോട് പറഞ്ഞത്, വൈനോട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതൊരു കാർട്ടൂൺ പോലെ ടോയ്സിൻ്റെ ഇങ്ങനെ കാണിച്ചതാണ്. സോ അത് ഞങ്ങൾ കുറച്ചും കൂടി നമ്മുടെ ഐഡിയയിൽ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തിച്ചിട്ട് ആ കൊറിയോഗ്രാഫി അതിലോട്ട് കൊണ്ടുവന്നത്. ബാക്കിയെല്ലാം ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നോർമൽ റേജും ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ഇനി ഒരു ഫീച്ചർ പ്ലാൻ ആണോ എന്താണ്? അതെ, ഇതിൻ്റെ ഒരു ഫീച്ചർ ഫിലിം ഓൾമോസ്റ്റ് ബീങ് ഡൺ, ലൈക്ക് റൈറ്റിംഗ് സ്റ്റേജ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഒരു സ്റ്റോറി ലൈൻ എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് ഒരു കോൺസെപ്റ്റ് ഫിലിം ചെയ്തായിരുന്നു, വരദൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വിൽ ബി ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ് ഫീച്ചറായിട്ട് അങ്ങനെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ഈ ടീമിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു അഖിൽ, താങ്ക് യു ടു യുവർ ഹോൾ ടീം.